മാം. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രമേഹം കൂടി വരാണ്. അതിപ്പോൾ യങ്സ്റ്റേഴ്സിനില്ല, അഡൾട്ട്സിനില്ല, ഈവൻ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കടക്കം ഈ ഡയബറ്റീസിന്റെ ഇഷ്യൂസ് ഉണ്ട്. എന്താണ് അതിന്റെ റീസൺ? ശരിക്കും കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഡയബറ്റീസ് ഉള്ളത്. പുതുച്ചേരി കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ പുതുച്ചേരി കഴിഞ്ഞ നമ്മളെ കേരള. പക്ഷെ നമ്മളെ പൂർവ്വ 80s 90s അതിലൊന്നും പ്രമേഹത്തിനും കേട്ട് വരുന്നില്ലല്ലോ നമ്മൾ. ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻസാണ്, പക്ഷെ നമ്മളെ ലൈഫ് സ്റ്റൈല് മാറി. അതുകൊണ്ട് ലൈഫ് സ്റ്റൈല് മാറിയപ്പോ നമ്മളും മാറി. ഈസി അവൈലബിലിറ്റി അല്ലെ, പെട്ടെന്ന് ഇപ്പൊ ഒരു ഫുഡ് ഓർഡർ ചെയ്യാണ്, നമുക്ക് ഉടനെ സെക്കൻഡ്സിൽ വരികയാണ് നമുക്ക് ഫുഡ്. നമ്മള് അപ്പൂപ്പന്മാരെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അവർക്ക് ഫുഡ് വേണമെങ്കിൽ അവര് വെച്ച് കഴിക്കണം അല്ലെ, ജോലി അല്ലെ. പക്ഷെ ഇന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മള് തന്നെ മാറിയില്ലേ. മടി ഒരു ഫാക്ടറാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മടി ഒരു ഫാക്ടറാ. പിന്നെ നമ്മള് കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താ കഴിക്കണം? നമ്മൾ കൂടുതലും കാർബാ കഴിക്കണം. നമ്മളെ ഭക്ഷണം എന്താ? കാർബോഹൈഡ്രേറ്റ്. അത് എന്തുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ ആക്കണില്ല? ശരിക്കും നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, നമ്മളെ ഡയബറ്റീസിൽ നമ്മൾ കൺട്രോൾ വരാൻ പറ്റും. പക്ഷെ ഓരോ വ്യക്തിയും അത് വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ അധികരിച്ചു വരുന്നത്. ഏഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവര് അവർക്ക് ഈ അരിഭക്ഷണം ഇല്ലാണ്ട് ഒരു ലൈഫ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ആ പ്രോട്ടീൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും? ശരി, അവിടെയാണ് ഫാക്ട്. ശരി, നമ്മൾക്ക് അരി കഴിക്കാം, പക്ഷെ നമ്മൾ പറയണത് എന്താ? പാർബോയിൽഡ് റൈസ്, തവിടുള്ള അരി. ആ അരി കഴിച്ചാൽ മതി. അത് ആ അരി കഴിക്കുമ്പോ അത് ചോറാക്കി അല്ലേ നമ്മൾ കഴിക്കണത്. ചോറാക്കുമ്പോ അധികം വേവിക്കരുത്. ആ തവിടിനെ കളയാതെ കഴിക്കാം. പക്ഷെ കഴിക്കുന്നോണ്ട് പ്രശ്നമില്ല. പക്ഷെ ആ ക്വാണ്ടിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ കോൺസെപ്റ്റ് നമ്മൾ ഒരു ഉച്ചക്കൊരു മീല് കഴിക്കാം, പക്ഷെ ആ മീലില് നമ്മൾ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങള് ഒരു സാധാരണ ഒരു ഫുഡ് പ്ലേറ്റ് അല്ലെ, അതില് നമ്മളൊരു മലയാളി എന്താ ചെയ്യണത്? പകുതി ചോറെടുക്കും, ബാക്കി കുറവാണ്. പക്ഷെ അതിനൊന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഹാഫ് പ്ലേറ്റ് കറി എടുത്തിട്ട് ഒരു പോർഷൻസ് റൈസ് എടുക്കുക. അപ്പൊ നമ്മളിപ്പോ അവിയല് രൂപത്തിൽ നമ്മളല്ലേ, മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ അവിയൽ. ആ അവിയലില് മറ്റുള്ള നമ്മളെ അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ്, പൊട്ടറ്റോ അല്ലെ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കൂർക്ക, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് മറ്റുള്ള ഇപ്പൊ അവിയലില് പയറിട്ട എന്താ, കൂടുതൽ പയറിട്ട എന്താ പ്രശ്നം? അല്ലെ, മുരിങ്ങക്കായിട്ട് എന്താ പ്രശ്നം? അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കഴിക്കുക. അപ്പൊ അവിയല് കുറച്ച് ഇപ്പൊ നമ്മള് കല്യാണത്തിന് പോകുമ്പോഴും അവിടെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അല്ലെ. ആ പ്ലേറ്റ് ഇലയില് വിളമ്പുമ്പോ ആദ്യം ആ ഫുഡ് അല്ലെ, ആ പച്ചക്കറികളൊന്നും ആദ്യം കഴിക്കുക, എന്നിട്ട് ചോറ് കഴിക്കാം. അപ്പൊ ആ കാർബ് കണ്ടന്റ് കുറയും. മാം പറഞ്ഞു ഈ അവിയലില് ഈ കൂർക്ക, ഉരുളൻകിഴങ്ങിന്റെ അളവ് കുറയ്ക്കാൻ. അതും ഡയബറ്റീസും തമ്മിൽ എങ്ങനെയാ റിലേറ്റ് ചെയ്യാൻ പറ്റുക? അത് ഹൈ കാർബാണ്, സ്റ്റോർ ചെയ്യണ. അപ്പൊ അത് പ്രൊപ്പോർഷൻ നമ്മൾ എടുക്കുന്ന രീതി ഒന്നും, പക്ഷെ നമ്മളെ ചുറ്റും സുലഭമാണ് എല്ലാ വെജിറ്റബിൾസും നമ്മളെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ. പക്ഷെ നമ്മൾ ആ പ്രൊപ്പോർഷൻ ഒന്ന് ഡിഫറെന്റ് ആക്കിയാൽ മതി. നമ്മൾ കഴിക്കുന്ന ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇസ് വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ മാം പറഞ്ഞു തവിട് കൂടുതലുള്ള അരി കഴിക്കും. പക്ഷെ നമ്മുടെ നോർമൽ മാർക്കറ്റില് ഈ പറഞ്ഞ അരിയുടെ വില ഒരു വലിയ ഇഷ്യൂ ആണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതെങ്ങനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം. ക്വാണ്ടിറ്റി കുറക്കാലോ. ഇപ്പൊ 1 കിലോ അരി വാങ്ങിച്ചിട്ട് എത്ര പേര് കഴിക്കും? 8 പേര് കഴിക്കാലോ. പക്ഷെ ഇതൊരു ഇരട്ടിയാക്കാം, 16 പേർക്ക് ഇത് കഴിക്കാം. പക്ഷെ ആ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. ഇപ്പൊ മീൻ, ഏത് മീനും കഴിക്കാന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലെ. ചില നല്ല ഹൈ ഫ്ലഷ് കൂടുതലുള്ള മീനില് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാ, പക്ഷെ ഈ ചെറിയ മീനുകൾ കാൽഷ്യം കൂടുതൽ അല്ലെ കണ്ടന്റ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അവർക്ക് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ച് പ്രായമുള്ള ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മളെ നാട്ടിലെ കോൺസെപ്റ്റ് എന്താ, പ്രായമായി കഴിഞ്ഞാൽ ഒന്നും കഴിക്കണ്ട എന്നുള്ളത്. പക്ഷെ അത് വളരെ റോങ് കോൺസെപ്റ്റ് ആണ്. ശരിക്കും നമുക്ക് പ്രോട്ടീനും അമൈനോ ആസിഡും ഒക്കെ വേണം ശരിക്കും അല്ലെ. നമ്മളെ സെല്ല് തൊട്ട് ഇൻറ്റെസ്റ്റൈൻ അല്ലെ, എല്ലാ ഭാഗങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യുന്നതൊക്കെ പ്രോട്ടീൻ അല്ലേ. ഡാമേജിനെ ഇതാക്കുന്നതും പ്രോട്ടീൻ അല്ലേ. അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ഡാമേജും പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഞാനൊരു ഫുഡ് സർജനാ. ഒരു ഫുഡ് ഹീൽ ചെയ്യണമെങ്കിൽ ശരിക്കും ആ പേഷ്യന്റ്
പ്രോട്ടീൻ കണ്ടന്റ് കൂടി കഴിച്ചാടെ ഗ്രാനുലേഷൻ വരുള്ളൂ. അത്ര ഇമ്പോർട്ടൻസാ. പക്ഷെ ഒരു ഫുഡ് അൾസേഴ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഇൻസുലിൻ എടുക്കും, മെഡിസിൻ എടുക്കും, ഭക്ഷണമൊന്നും കഴിക്കും. പക്ഷെ അതപ്പൊ എങ്ങനെ ഹീൽ ചെയ്യിക്കാം നമ്മള്? അത്രയും നമ്മളൊരു ഒന്നൊരു ചിന്തിച്ചാൽ മതി. ലൈക്ക് മാം പറയുന്നത് മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒരു നമ്മള് എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയബറ്റീസ് എല്ലാ പേഷ്യൻസിനുള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളായിട്ട് മെഡിസിൻ കഴിച്ചു വരുന്ന പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ മെഡിസിൻ ഒന്ന് നിർത്തി തരുമോ, അല്ലെങ്കിൽ കുറെ ഇൻസുലിനും കുറെ മെഡിസിനും ആയിട്ട് വരുന്ന പേഷ്യൻസ് എങ്ങനെയെങ്കിലും ഇത് കുറച്ച് തരുമോ? പക്ഷെ നമ്മൾക്കത് കുറക്കാം. പക്ഷെ അതിന് നമ്മൾ അതിന്റെ കൂടെ പ്രയത്നിക്കണം. അപ്പൊ ഒരു ഡയബറ്റോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ന്യൂട്രീഷനിസ്റ്റ്, ഒരു യോഗ തെറാപ്പിസ്റ്റ്, ഇവര് 3 പേരും ഒരു ഡയബറ്റോളജിസ്റ്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒന്നിച്ച് പരിഹരിച്ച് പോവാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ഇവര് തമ്മിലൊരു ഹാൻഡ് ടു ഹാൻഡ് റിലേഷൻ വേണം. തീർച്ചയായിട്ടും.